BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി വി മുരളീധര പക്ഷം. സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. തന്നെ അവഗണിച്ചതിൽ അതൃപ്തിയുമായി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി രംഗത്തെത്തി. 24 എക്സ്ക്ലൂസീവ്. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലാപം. അവഗണിച്ചതിലെ അതൃപ്തി പരസ്യമാക്കി വി മുരളീധര പക്ഷ നേതാവ് സി ശിവൻകുട്ടി. വ്യക്തിപരമായ വിഷമങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കിയ സി ശിവൻകുട്ടി 24 പറഞ്ഞു. പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് വരുന്ന ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സമയത്ത് പല ഘട്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പ്രവർത്തന മികവാണ് മാനദണ്ഡമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശിന്റെയും S സുരേഷിന്റെയും പ്രതികരണം. കഴിഞ്ഞ കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ച ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തിച്ച മേഖലകളിൽ പാർട്ടി ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ നേടിയിട്ടുള്ള വോട്ടും മുന്നേറ്റവുമാണ് ഒരു പ്രധാന മെറിറ്റ്. വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്ന് അനൂപ് ആന്റണി. ഈ പറയുന്നതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നതും പാർട്ടി കരുതുന്നതും. പാർട്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതിനകത്ത് യാതൊരു സംശയമില്ല. പാർട്ടിയിൽ തുടർന്നു പോന്ന സാമുദായിക സന്തുലിതാവസ്ഥ അപ്പാടെ അട്ടിമറിച്ചെന്ന് മുരളീധര പക്ഷം കടുപ്പിക്കുന്നു. സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ട PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പാർട്ടി പ്രവർത്തകർക്ക് പോലും പരിചിതരല്ലെന്നും വിമർശനമുയർത്തുന്നു. ഭിന്നത തുടരുന്ന പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് ഇരുവിഭാഗങ്ങളുടെയും തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.